ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സാധാരണ നമ്മൾ ചായ കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടാറുള്ള പേപ്പർ കപ്പ് ഉണ്ടല്ലോ, അതിനകത്ത് എങ്ങനെയാണ് മഫിൻസ് അല്ലെങ്കിൽ കപ്പ് കേക്ക്സ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഇതിനായിട്ട് ഞാനിന്ന് ഒരു 3 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. ഇത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി തയ്യാറാക്കാനുള്ളതാണ്. 25 മഫിൻസ് ആണ് ഇതിൽ നിന്ന് തയ്യാറാക്കാൻ സാധിക്കുന്നത്. അതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്ത് കൊടുക്കുകയാണ്. അരിച്ചും എടുക്കാവുന്നതാണ്. എളുപ്പ വഴിയാണ് എഗ് വിസ്ക് ഉപയോഗിച്ചിട്ട് വിസ്ക് ചെയ്യുന്നത്. ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. അതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇളക്കിയ ശേഷം ഒരു എഗ് വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ചേർന്ന് വരുന്നവരെ, ഒന്ന് പതിഞ്ഞ് വരുന്നവരെ ബീറ്റ് ചെയ്യേണ്ടതാണ്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ അളവുകളെല്ലാം വലിയൊരു ബാച്ച് മഫിൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇത്രയും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അരഭാഗമോ കാൽഭാഗമോ ആയിട്ട് കുറച്ചെടുക്കാവുന്നതാണ്. മുട്ടയും പഞ്ചസാരയും വാനില എസൻസും നന്നായിട്ട് ബീറ്റ് ചെയ്ത ശേഷം അതിലേക്ക് 3/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒരു 2 മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിനായിട്ട് ഹാൻഡ് വിസ്കും ഉപയോഗിക്കാം. ഹാൻഡ് വിസ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ബലൂൺ വിസ്ക് അല്ലെങ്കിൽ എഗ് വിസ്ക് ഉപയോഗിച്ചിട്ടും ബീറ്റ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് കുറച്ച് മൈദപ്പൊടിയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ചോക്കോ ചിപ്സ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതായിരുന്നു. ഇതിൻ്റെ റെസിപ്പി ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐകാർഡിലും ലിങ്ക് കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണേ. നമ്മൾ ഈ മഫിൻസ് ചോക്ലേറ്റ് ചിപ്പ് മഫിൻസ് ആയിട്ട് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചേർത്താൽ മതി. നിങ്ങൾക്കത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഈ ചോക്ലേറ്റ് ചിപ്സ് മഫിൻസിൻ്റെ അടിയിലോട്ട് താഴ്ന്നു പോകാതിരിക്കാനാണ് നമ്മൾ മൈദപ്പൊടിയിൽ കോട്ട് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്യാം. പിന്നെ കട്ടിയായിട്ട് വരുമ്പോൾ നമ്മളതിലോട്ട് ഒരല്പം പാല് ചേർത്ത് കൊടുക്കേണ്ടതാണ്. പാല് ചേർത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു തിക്ക് ഫ്ലോയി കൺസിസ്റ്റൻസി വരുന്നവരെ നമ്മൾ പാല് ചേർത്ത് കൊടുക്കേണ്ടതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉടൻ തന്നെ നമുക്ക് പേപ്പർ കപ്സിലോട്ട് ഈ മിക്സ്ചർ ഒഴിച്ച് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. പേപ്പർ കപ്സിലോട്ട് ഇത് ബാറ്റർ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഓയിൽ ഒന്ന് തടവി കൊടുക്കുക ചെറുതായിട്ട്. എന്നിട്ട് ഈ ബാറ്റർ 2-3 സ്പൂൺ ഒഴിച്ച് നമ്മുടെ കപ്പിൻ്റെ അളവനുസരിച്ചിട്ട് 2-3 സ്പൂൺ ഒഴിച്ച ശേഷം നമുക്കത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. 180 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്തത്. എൻ്റെ കപ്പ് കേക്ക്സ് വലിയ ബാച്ച് ആയതുകൊണ്ട് തന്നെ ഞാൻ അത്രയും സമയം ബേക്ക് ചെയ്തു. നിങ്ങളുടെ ബാച്ച് അനുസരിച്ചിട്ട് സമയം കുറയ്ക്കുക. എനിക്ക് ഈ അളവിൽ നിന്നും കിട്ടിയത് 25 കപ്പ് കേക്ക്സാണ്. 3 കപ്പ് മൈദയിൽ നിന്നും എനിക്ക് കിട്ടിയത്. ഇത് ചെറിയ teacups ആണ്, ചെറിയ പേപ്പർ കപ്സാണ് ഞാൻ ഉപയോഗിച്ചത്. അങ്ങനെ 20 മിനിറ്റിന് ശേഷം നമ്മുടെ കപ്പ് കേക്ക്സ് നല്ല രീതിയിൽ തയ്യാറായിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കപ്പ് കേക്ക്സ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം. അപ്പോൾ ചോക്ലേറ്റ് ചിപ്പ് മഫിൻസ് അല്ലെങ്കിൽ കപ്പ് കേക്ക്സ് സാധാരണ ചായ കപ്പിൽ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് കണ്ടല്ലോ. അപ്പോൾ നിങ്ങളും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.